ഹേ ഗൈസ്, അപ്പം ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയ കഥയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ അത് മാത്രമല്ല ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ 3 പ്രാവശ്യം ഇത് നല്ലോണം ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമാതിരി നന്നായിട്ടൊരു 3 പ്രാവശ്യം തരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട ഇതുമാതിരി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തു. പിന്നെ ഏകദേശം ഒരു 3/4 കപ്പോളം നമ്മൾ പൊടിച്ച പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് നമ്മൾ 1 സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം ഞാൻ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നമ്മൾ കുറച്ച് നേരം ഇതുമാതിരി ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എഗ്ഗ് ഇതേമാതിരി ഒന്ന് പൊന്തി ഒരു ക്രീമി ഫോമിൽ ഉണ്ടാവും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ നേരത്തെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വളരെ കുറച്ചായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ മറ്റേ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ ഉപ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ 3 പ്രാവശ്യം തരിച്ചെടുത്ത ആ ഒരു ഡ്രൈ മിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഗ്ഗിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്റർ ഇച്ചിരി ഒന്ന് എന്താ പറയുക ഹാർഡാവുന്നുണ്ട് അല്ലെങ്കിൽ കട്ടിയാവുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലുമാണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഇങ്ങനെ ഈ ബാറ്റർ ഇന്ന് റെഡിയായി വരുന്നില്ല എന്ന് കാണുമ്പം ഇച്ചിരി കൂടെ പാലൊഴിച്ചിട്ട് ഈ ബാറ്ററിനെ നല്ല രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ബേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 1 kg കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ പേപ്പർ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം പേപ്പർ A4 ഷീറ്റാണ് വെച്ച് കൊടുത്തത്. അത് വട്ടത്തിൽ മുറിച്ചിട്ട് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ ടാപ്പ് ചെയ്യണം, കാരണം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലൊന്നുമല്ല, കുക്കറിലാണ്. കുക്കറിൽ ഇത് താഴെ ഇതേമാതിരത്തെ വട്ടം സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കേക്ക് ക്രീം നമ്മൾ പാരലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 1.5 കപ്പോളം നമ്മൾ ക്രീം എടുത്തു. റിച്ചിൻ്റെ വിപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഏകദേശം അത്ര തന്നെ എമൗണ്ട് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്ലേഡ് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്തിട്ടാണ് പിന്നീടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. എപ്പോഴും കേക്ക് കുക്കായോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഇതുമാതിരത്തെ എന്തെങ്കിലും പപ്പടക്കോലോ അല്ലെങ്കിൽ ഈർക്കളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജിലായിട്ട് കേക്കിൻ്റെ ആ ഒരു സംഭവം മര്യാദയ്ക്ക് വെന്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ പറ്റി പിടിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഇനി അടുത്തത് ചോക്ലേറ്റ് റെഡിയാക്കുകയാണ്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, മെല്ലോൻ്റെ. ഇനി ഇതാ കേക്ക് നമ്മൾ ഈ ഒരു മോൾഡിൽ നിന്ന് ഈ ഡിറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും കേക്ക് ചൂടൊന്ന് ആറിയതിന് ശേഷം ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ലെയറിൽ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, കാരണം ഇങ്ങനെ അടി പിടിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ കാര്യമായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കേക്ക്. ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുമാതിരി 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തു. തൽക്കാലത്തേക്ക് നമുക്ക് ഒപ്പിച്ച് നോക്കട്ടെ. ഇത് സത്യം പറഞ്ഞത് ചെറുങ്ങനെ ഒരു പാളിപ്പോയ കേക്കാണ്, എന്നാലും നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇനി അടുത്തതാണ് നമ്മളെ മെയിൻ പരിപാടി. കേക്ക് നമ്മളെ കേക്ക് ബോർഡിൻ്റെ മേലെ വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് സിറപ്പാണ് കേട്ടോ. കാരണം കേക്കിനെ നല്ല രീതിയിൽ ഈ മിൽക്ക് സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കണം, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിയത് നമ്മൾ 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതാണ് മിൽക്ക് സിറപ്പ്. ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ക്രീം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളെ വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഓരോരോ ലെയറിലായിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മിൽക്ക് സിറപ്പ് ആഡ് ചെയ്ത്, പിന്നെ ചോക്ലേറ്റ് ആഡ് ചെയ്ത്, ക്രീം ആഡ് ചെയ്ത്, പിന്നെയും ചോക്ലേറ്റ് ആഡ് ചെയ്ത്, പിന്നെ അത് അടുത്ത ലെയർ വെച്ച് കൊടുത്ത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 കേക്കിലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ നല്ലോണം ഒന്ന് കേക്ക് നല്ലോണം ഒന്ന് നമ്മളെ ക്രീമിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ ആയി വന്നപ്പോൾ ഇത് വേറെ എന്തോ ആയിപ്പോയി. കുഴപ്പമില്ല, ഒപ്പിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് റെഡ് കളർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീമിലേക്ക് ഇച്ചിരി കളർ ആഡ് ചെയ്തു. ടൊമാറ്റോ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കളർ വാങ്ങി വന്നപ്പോൾ ഇത് ഒരുമാതിരി ഒരു ഓറഞ്ച് കളർ, ഇമ്മാതിരി കളറായിപ്പോയി. സാരമില്ല, പോട്ടെ, ഒപ്പിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിതാ 2D നോസിൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഏതായാലും കേക്ക് മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിനൊന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ള ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2D നോസിൽസ് ആട്ടോ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇതേമാതിരി റോസുകളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ട എന്തൊക്കെയോ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സംഭവം നമ്മളെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് ഭംഗിയാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ചോക്ലേറ്റൊക്കെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയി വന്നപ്പം കേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായി. ഞാൻ വിചാരിച്ച നല്ല രീതിയിൽ പാളിപ്പോകുമെന്ന് വിചാരിച്ച കേക്കാണ്, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ ഇച്ചിരി സമാധാനമായിട്ടോ. ഇനി നമ്മൾ നേരെ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ കട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ഒരു ദിവസത്തിന് ശേഷമുള്ള വിഷ്വൽസ് ആട്ടോ നിങ്ങൾ ഇനി കാണുന്നത്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ കേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു പ്രശ്നമില്ലാണ്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഓക്കെയാണ്. കേക്കൊക്കെ നല്ല സോഫ്റ്റാണ്. കാരണം നമ്മൾ ഏകദേശം ഒരു ദിവസം മൊത്തം എന്നുള്ള രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. മിൽക്ക് സിറപ്പിലൊക്കെ നല്ല സോക്ക് ചെയ്തുകൊണ്ട് സംഭവം നന്നായിട്ടുണ്ട്. അപ്പോൾ കേക്ക് സംഭവം കാണാൻ അത്യാവശ്യം കുളമാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഏകദേശം ഒപ്പിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചേച്ചിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പ്ലേറ്റിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ.